തായ്ലൻഡ് ലോങ്ങൻ ഇനമായ ഫോംതോങ് വിളവെടുപ്പിന് പാകമായി. ഹോം ഗ്രോൺ മദർ ഫാമിൽ ഈ വർഷം കായ്പിടിച്ച ലോങ്ങൻ മരമാണ് നാം ഇപ്പോൾ കാണുന്നത്. ഏകദേശം 3.5 വർഷം പ്രായമായ മരമാണിത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം പകുതിയോടെ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ഉപയോഗിച്ച് പ്രേരിത പ്രവർത്തനം നടത്തിയ ഈ മരത്തിൽ നവംബർ അവസാനത്തോടെ പൂമൊട്ടുകൾ വന്നു തുടങ്ങി. ഡിസംബർ അവസാന ആഴ്ചയിൽ പൂക്കൾ വിരിഞ്ഞു പരാഗണം നടന്ന കായ്കൾ കണ്ടു തുടങ്ങി. കായ്കൾ വളർന്ന് വിളവെടുപ്പിന് പാകമാകുവാൻ 6 മാസത്തോളം സമയമെടുത്തു. മറ്റ് ലോങ്ങൻ ഇനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കായ്കളുടെ വലിപ്പം, പഴത്തിൻ്റെ രുചി, പഴങ്ങളുടെ സൂക്ഷിപ്പുകാലം എന്നിവയിലെല്ലാം ഫോംതോങ് വളരെ മുൻപിലാണ്. പഴത്തിനുള്ളിലെ വിത്ത് വളരെ ചെറുതാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ പ്രേരക പ്രവർത്തനം കൂടാതെ ഈഡോ ഫോംതോങ് ഇനങ്ങൾ കേരളത്തിൽ ഫലം തരികയില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. വാണിജ്യ ലോങ്ങൻ കൃഷിയിൽ ഏറ്റവും മികച്ച ഇനങ്ങളെന്ന് കണക്കാക്കപ്പെടുന്നത് ഇഡോ ഫോംതോങ് എന്നീ ഇനങ്ങളാണ്. സബ്ട്രോപ്പിക്കൽ ഇനങ്ങളായ ഇവയിൽ കൃത്യമായ രീതിയിലുള്ള പൂവിടലും മികച്ച വിളവും ഉറപ്പാക്കണമെങ്കിൽ പ്രേരക പ്രവർത്തനം കൂടിയേ തീരൂ. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഈ ഇനങ്ങൾ ഗാർഹിക ആവശ്യമെന്നതിലുപരി വാണിജ്യ കൃഷിക്ക് യോജിച്ചതല്ല. എന്നാൽ മഴ ദിവസങ്ങൾ കുറവുള്ള, അന്തരീക്ഷ ആർദ്രത കുറഞ്ഞ തമിഴ്നാട്ടിലെ കമ്പം പോലുള്ള സ്ഥലങ്ങളിൽ ഈ ലോങ്ങൻ ഇനങ്ങൾ പ്രേരക പ്രവർത്തനത്തിലൂടെ നല്ല വിളവ് തരുന്നതായി കണ്ടിട്ടുണ്ട്. പ്രേരക പ്രവർത്തനം ഇല്ലാതെ തന്നെ വിളവ് നൽകുന്ന നിരവധി ലോങ്ങൻ ഇനങ്ങൾ ഉണ്ടെങ്കിലും കേരളത്തിൽ വാണിജ്യ കൃഷിക്ക് യോജിച്ചത് ട്രോപ്പിക്കൽ വിയറ്റ്നാം ലോങ്ങൻ ആണ്. Homegrown Biotech, exotic fruits, exciting future.